നമസ്കാരം. നമ്മൾ പറയാൻ പോകുന്നത് 2026 വർഷഫലമാണ്. തിരുവോണ നക്ഷത്രം എന്ന് പറയുമ്പോൾ ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ സത്യസന്ധരും ക്ഷമാശീലരും വളരെ ചിന്തിച്ച ശേഷം ഏത് കാര്യത്തിലും മുതിരു എന്നുള്ള അവസ്ഥ പറയപ്പെടുന്നുണ്ട്. ഈ നക്ഷത്രക്കാരെ ഉപകാരസ്മരണയുള്ളവരായിട്ട് പറയപ്പെടുന്നു. നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് ഈ ഒരു വർഷം പറയപ്പെടുന്നത്. ഇവർക്ക് ബിസിനസ് ചെറിയ മന്ദതകളൊക്കെ ഉണ്ടാവാമെങ്കിലും ആരോഗ്യപരമായ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിൽ പ്രായണ ഒരു ഗുണകരമായിട്ടാണ് പറയപ്പെടുന്നത്. സ്ത്രീകൾക്ക് പ്രൊമോഷൻ ലഭിക്കുന്ന അവസ്ഥ, സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. ഇവർക്ക് പണത്തെ ചൊല്ലി ചെറിയ പ്രശ്നങ്ങൾ, ചെറിയ മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും പിന്നീട് വർഷം ആദ്യത്തിന് ശേഷം അതിൽ മാറ്റം വരുന്നതായിരിക്കും. ഉദ്യോഗത്തിൽ ഉദ്ദേശ സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം, സ്ഥാനക്കയറ്റം ഒക്കെ ഉണ്ടാകാൻ പറ്റും. കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. IT മേഖലയിൽ നിൽക്കുന്നവർക്ക് നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. ഓഹരിയായിട്ട് ബന്ധപ്പെട്ട് സാമ്പത്തിക അഭിവൃദ്ധി പറയപ്പെടുന്നുണ്ട്. ഉദ്യോഗത്തിൽ താൽക്കാലികമായിട്ട് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിൽ അത് സ്ഥിരമല്ല, താൽക്കാലികം മാത്രമാണ്. കുടുംബസുഖം നിലനിർത്താനായിട്ട് കുറച്ച് സമയം കൂടുതൽ ചിലവഴിക്കണം. പ്രൊമോഷൻ ശ്രമിക്കുന്നവർക്ക് നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. പൂർവിക സ്വത്തുക്കൾ ലഭിക്കാനുള്ള സാധ്യതയൊക്കെ ഇവർ കാണുന്നുണ്ട്. വീട് പണി തുടങ്ങുകയോ അല്ലെങ്കിൽ പണിത വീട് വാങ്ങിക്കുകയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യത കാണുന്നതായിരിക്കും. ബിസിനസ്സിൽ അവനവൻ ഉദ്ദേശിച്ചാലും കൂടുതൽ പുരോഗതി വർഷാവസാനം ഇവർക്ക് ഉണ്ടാവുന്നതായിരിക്കും. ഇവർക്ക് സർക്കാർ ജോലിയിൽ ഉള്ളവർക്ക് ചെറിയ ശിക്ഷ നടപടിയൊക്കെ ഉണ്ടാകും. അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ബിസിനസ്സിൽ നല്ല ലാഭങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും അലച്ചിലുകൾ കുറച്ച് കൂടുന്ന അവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട്. എഴുതുന്ന പരീക്ഷകളിലൊക്കെ വിജയം കൈവരിക്കാൻ ഇവർക്ക് ആവുന്നതായിരിക്കും. ഉത്തരവാദിത്വം, ജോലിഭാരം കൂടി വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. മറ്റുള്ളവരുടെ ജോലിയും കൂടെ ഏറ്റെടുത്ത് ചെയ്ത് അവരുടെയൊക്കെ പ്രീതി സമ്പാദിക്കാൻ ഇവർക്ക് ആവുന്നതായിരിക്കും. മേലുദ്യോഗസ്ഥരുമായിട്ട് ചെറിയ രീതിയിൽ പിണങ്ങേണ്ട ഒരവസ്ഥയൊക്കെ വന്നു ചേർന്നു വരാം. അതിലൊക്കെ ഒഴിവായി മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. സ്ത്രീകൾക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ ഉന്നതമായ ജോലി, നല്ല ജോലി കിട്ടുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്.